സഫാരി മാൾ പോവാണ്. നമ്മുടെ സഫാരി മാൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഷാർജയിൽ താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത ഒരു 5 minutes ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് പോവാം. സ്വാതി പറഞ്ഞ പോലെ ഇന്നത്തെ കാഴ്ചകൾ ഫുള്ള് സഫാരി മാളാണ്. സഫാരി മാൾ എന്ന് പറഞ്ഞാൽ ഷാർജയിലെ ഏറ്റവും വലിയൊരു മാളാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്നൊരു മാളാണിത്. നമ്മളപ്പോൾ സഫാരി മാൾ എത്തിയിട്ട് ആ നേരെ കാണുന്ന ബിൽഡിംഗാണ് സഫാരി മാൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത്. ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. കറക്റ്റ് ഒരു കാറിൻ്റെ വീതിയുള്ളൂ. ബേസ്മെൻറ്റ് വർക്കിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ഹെഡ്ലൈറ്റ് ഓൺ ആക്കി പോകുന്നതായിരിക്കും നല്ലത്. ചില വണ്ടികളിന് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാത്ത കാറുകളുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് പോകായിരിക്കും നല്ലത്. നമുക്ക് അവിടുത്തെ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ സഫാരി മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ട്. വലിയ പാർക്കിംഗ് ഉണ്ട്, സഫാരി മാളിൻ്റെ തന്നെ പാർക്കിംഗ്. അപ്പോൾ നമ്മൾ പുറത്തെ പാർക്കിങ്ങിലാണ്. ഇതാണ് പുറത്തെ പാർക്കിംഗ്. പുറത്തെ പാർക്കിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കിടക്കാനായിട്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ സീബ്ര ലൈനിൽ കൂടെ തന്നെ കിടക്കുക. ഇടയ്ക്ക് വേറെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ പുറത്തുള്ള പാർക്കിങ്ങിൽ നിന്ന് വണ്ടി ഇട്ടിട്ട് നേരെ കയറി വരുന്നത് എൻട്രൻസ് 3യിലാണ്. എൻട്രൻസ് 1, 2 എന്ന് പറയുന്നത് നമ്മൾ ബേസ്മെൻറ്റ് പാർക്കിങ്ങിൽ നിന്ന് വരുന്ന എൻട്രൻസ് ഒരെണ്ണം, പിന്നെ മറ്റേ സൈഡിലുള്ള ഒരു പുറത്ത് പാർക്കിംഗ് ഉണ്ട്, അവിടെ നിന്ന് കയറി വരുന്നത് എൻട്രൻസ് 1. വലിയൊരു മാളാണ് സഫാരി മാളിൻ്റെ. ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഉള്ളിൽ. അത് കൂടാതെ പുറത്ത് ഇതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ്, ഒരുപാട് ജ്വല്ലറികൾ, പിന്നെ അതുമാതിരി എക്സ്ചേഞ്ചുകൾ, തുണിക്കടകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഫുഡ് കോർട്ട്, പിന്നെ സെൻറ്ററിൽ ഒരുപാട് ചെറിയ ചെറിയ ഇങ്ങനെ പെർഫ്യൂംസിൻ്റെ ഷോപ്പുകളുണ്ട്, വാച്ചുകളുടെ ഷോപ്പുകൾ, അങ്ങനെ ആയിട്ട്. നമ്മൾ പുറത്തുള്ള ഈ വരാന്തയിൽ കൂടെ ഇങ്ങനെ പോകണം, ഈ പാസേജിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ മുകളിലേക്ക് കയറാൻ പോകണം. ഫസ്റ്റ് ഫ്ലോർ നമ്മൾ എസ്കലേറ്റർ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വെച്ചല്ല, അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഓരോ സീസണൽ ഫെസ്റ്റിവൽ അനുസരിച്ച് എന്തെങ്കിലും ഓരോരോ കൗണ്ടറുകളുണ്ടാവും പുതിയതായിട്ട്. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച ക്രിസ്മസിൻ്റെ ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ സെയിലിന് വെച്ചേക്കുന്നത്. വാച്ചുകളുടെ, പെർഫ്യൂമുകളുടെ, മൊബൈൽ ഷോപ്പുകൾ, ജ്വല്ലറി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള ഷോപ്പുകൾ ഇവിടെ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആണല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അറ്റത്തായിട്ട് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, ഓപ്പൺ ബുക്ക് സ്റ്റാൾ. കുട്ടികൾക്കുള്ള ബുക്കുകളോ മുതിർന്നവർക്കുള്ള ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇല്ലാത്ത ബുക്കുകൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരും. നമ്മൾ നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, അത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ പത്തായം റെസ്റ്റോറൻറ്റ്. ഇതൊരു ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്. ഫുഡ് കോർട്ട് സഫാരി മാളിൻ്റെ ഒരു ഹാഫ് പോർഷനുള്ളൂ. പിന്നെ മറ്റേ സൈഡ് സഫാരി മാളിലെ തന്നെ ബാക്കി ഫർണിച്ചർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്. പിന്നെ അവരുടെ ഫർണിച്ചറുകൾ അങ്ങനത്തെ സ്റ്റോറുകളാണ് ഇവിടെ സഫാരി മാളിൽ തന്നെ. ഫുഡ് കോർട്ടിൽ പിന്നെ എല്ലാ മാളുകളെയും പോലെ തന്നെ കുറേ ചെയറും ടേബിളുണ്ട്. അത് നമുക്ക് ഗ്രൂപ്പായിട്ട് വന്ന് എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാൻ ആൾക്കാർ, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കാം, സംസാരിച്ചിരിക്കുക, ചായ കുടിച്ച് സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കാം. തൊട്ടപ്പുറത്ത് സഫാരി മാളിൽ തന്നെ തട്ടുകട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. തട്ടുകടയിൽ നാടൻ വിഭവങ്ങളും നാട്ടിലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫ്രഷ് ഓംലേറ്റും ലൈവ് ദോശ, പൊറോട്ട അങ്ങനെയൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതും വാങ്ങിച്ച് കഴിച്ച് അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം.
നേരെ ഇപ്പുറത്തെ ഇടത് ഭാഗത്ത് കാണുന്നത് പാർട്ടി ഹാളാണ് സഫാരി മാളിൽ തന്നെ. ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ ഇൻഡോർ ഫംഗ്ഷൻസൊക്കെ വെക്കാനായിട്ട് നല്ല ഒരു ഇതാണ്, ഓണം പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട് വേറെ സെൻറ്ററിൽ തന്നെ, ഫുഡ് കോർട്ടിൻ്റെ സെൻറ്ററിൽ തന്നെ ഓപ്പൺ പ്രോഗ്രാംസ് ഒക്കെ വെക്കും. ഒരുപാട് ഫിലിം പ്രൊമോഷൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ, മലയാളം സിനിമകളുടെ സിനിമ സ്റ്റാർസ് എല്ലാം വരാം. അതിന് നമുക്ക് ക്രിക്കറ്റോ ഷട്ടിൽ കോട്ടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ, ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് ചെറിയൊരു സൗകര്യം ലെഫ്റ്റ് സൈഡിൽ. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് കുട്ടികൾക്കുള്ള ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റൈഡുകൾ, ചെറിയ ചെറിയ റൈഡുകൾ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്തായാലും, കാരണം വലിയ റേറ്റ് ഒന്നുമില്ല, മറ്റു മാളുകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ് ഇവിടെ. എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലും ചായ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് ഈ കടയിൽ നിന്നാണ് കേട്ടോ. യെല്ലോ പെപ്പർ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ബേപ്പുട്ട് ഓപ്പണിംഗ് സോൺ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ദിലീപ് ഏട്ടൻ്റെ. അപ്പോൾ ഇതും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മളപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങാനുണ്ടോ നേരെ താഴേക്ക്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നില്ല, നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങാണ്. അവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. നമുക്ക് അവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കാനുള്ളത്. ഒരുപാട് ഷോപ്പുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓപ്പണിംഗ് സോൺ എഴുതി വെച്ചിട്ടുണ്ട്. till you want one go.
നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോകളൊന്നും പിടിച്ചില്ല കേട്ടോ. ഇത് പുറത്തുള്ള ഷോപ്പുകളാണ്, വെച്ചാൽ മാളിൻ്റെ ഉള്ളിൽ തന്നെ ആ എൻട്രൻസിലുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കടക്കാണ്, നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന എൻട്രൻസിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങാണ്. നമ്മൾ വന്നപ്പോൾ പകലായിരുന്നു, അപ്പോൾ നല്ല ഇരുട്ടായി. അപ്പോൾ ഇനി പാർക്കിങ്ങിലേക്ക് പോകാൻ നേരം റൈറ്റ് സൈഡിൽ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ലുലു മാളാണ് അപ്പുറത്ത് കാണുന്നത്. ലുലു മാൾ ഇതിൻ്റെ പകുതിയുള്ളൂ. ഇപ്പോൾ സഫാരി മാൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാള് ഈ ഏരിയയിലത്തെ. നൈറ്റ് വ്യൂ അടിപൊളിയല്ല സഫാരി മാളിൻ്റെ, സൂപ്പറുണ്ട് ലൈറ്റിങ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സഫാരി മാൾ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക UAE-യിലുള്ളവർ. ഓക്കെ, താങ്ക് യു.